അർദ്ധവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണ് അതുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മോഡൽ ചോദ്യം ഏത് രൂപത്തിലാണ്? ഏതൊക്കെയാണ് ഖുർആനിൻ്റെ ഭാഗങ്ങളായി വരുന്നത്? ഹിഫ്ള് സൂറത്തുകൾ ഏതൊക്കെയാണ്? ഹിഫ്ളിന് പുറമെ മറ്റേതെങ്കിലും സൂറത്തുകളോ അല്ലെങ്കിൽ ദിക്റോ ദുആഓ പഠിക്കാനുണ്ടോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. എല്ലാ സംശയങ്ങളും നീക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു വീഡിയോയാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. കണ്ടു കഴിയുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും ഖുർആൻ പരീക്ഷ എളുപ്പമാക്കാനും കഴിയും. നമുക്ക് ആദ്യം ഖുർആൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാം. ഓരോ ക്ലാസ്സിനും ഖുർആൻ പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഭാഗങ്ങളുണ്ട്. 7ാം ക്ലാസ്സിനിക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഭാഗം സൂറത്തുൽ ബഖറ മുതൽ 10ാമത്തെ ജുസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും സൂറത്തുകളുമാണ്. ഇതിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എവിടെ നിന്ന് ചോദിച്ചാലും ഓതിക്കൊടുക്കാൻ പാകത്തിന് ഖുർആൻ ഓത്ത് നമ്മൾ ഓരോരുത്തരും ശരിയാക്കി വെക്കുക. 2ഓ 3ഓ ആയത്തുകൾ മാത്രമാണ് നമ്മളോട് ചോദിക്കുക. നമ്മൾ ഓതിക്കൊടുക്കുന്ന ആയത്തുകൾക്ക് മാർക്കിടാൻ ഉസ്താദിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഈ ഒരു ചോദ്യ പേപ്പർ ഉസ്താദിന് മാത്രമുള്ളതാണ്. അതിൽ ഓതിക്കൊടുക്കുന്നതിൻ്റെ മാർക്കിൻ്റെ മാനദണ്ഡം നിങ്ങൾക്ക് കാണാം. നമുക്ക് ചോദ്യം ഉൾപ്പെടെ ഒന്ന് വായിച്ചു നോക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ അഅറാഫിൽ നിന്ന് 59ാം ആയത്ത് പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസഹഫിൽ നോക്കി ഓദിക്കുക എന്നുള്ളതാണ്. ഇത് വലിയ ആയതുകൊണ്ടാണ് ഒറ്റ ആയത്ത് ചോദിച്ചിട്ടുള്ളത്. ചെറിയ ആയത്തുകളൊക്കെ ആണെങ്കിൽ 2ഓ 3ഓ ആയത്തുകൾ ഉണ്ടാകും. ഇനി നിങ്ങൾ നോക്കൂ, മാർക്കിടാനുള്ള മാനദണ്ഡം മഖ്റജിന് 20 മാർക്കാണ്. ഓരോ അക്ഷരങ്ങൾക്കും പുറപ്പെടേണ്ടുന്ന സ്ഥാനമുണ്ട് എന്ന് നമ്മൾ തജ്വീദിൽ പഠിച്ചതാണ്. തൊണ്ടയിൽ നിന്ന്, നാവിൽ നിന്ന്, ചുണ്ടിൽ നിന്നൊക്കെ പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ യഥാക്രമം പാലിച്ചുകൊണ്ട് മഖ്റജുകളിൽ നിന്ന് ശ്രദ്ധിച്ച് ഉച്ചാരണ ശുദ്ധിയോടുകൂടെയാണ് ഉച്ചരിച്ച് ഖുർആൻ ഓതുന്നതെങ്കിൽ 20 മാർക്കാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് മഖ്റജിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അഹ്കാം 20 മാർക്കാണ്. നമ്മൾ ഖുർആനിൽ പഠിച്ച വിധികൾ, സാക്കിനായ നൂനിൻ്റെ, അതുപോലെ തന്നെ മീമിൻ്റെ ശേഷം ബാ, അതുപോലെ തന്നെ മറ്റുള്ള ഇഖ്ലാബ്, ഇദ്ഹാർ, ഇദ്ഗാം, ബിഉന്ന, ബിലാ ഉന്ന, റായിൻ്റെ തഫ്ഹീമ് തർക്കീക്ക്, അള്ളാ എന്നുള്ളതിലെ തഫ്ഹീമ് തർക്കീക്ക്, ഷദ്ദുള്ള നൂനെ മീം വരുമ്പോൾ മണിക്കൽ തുടങ്ങിയിട്ടുള്ള വിധികൾ ഒരുപാടുണ്ട്. ആ വിധികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ 20 മാർക്കാണ്. കുറഞ്ഞ വിധികളെ ചിലപ്പോൾ 2ഓ ആയത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞ എല്ലാ വിധികളും അതിലുണ്ടാവില്ല. 1, 2, 3 വിധികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ വിധികളൊക്കെ അറിഞ്ഞിരുന്നാൽ ആ ഭാഗം ക്ലിയറാക്കി നമുക്ക് ഓതാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ 20 മാർക്കും നമുക്ക് പിടിച്ചടക്കാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾ നോക്കൂ, ഹുസ്നു സൗത്താണ്, ശബ്ദമാധുര്യം പരിഗണിച്ച് 20 മാർക്കാണ്. ഖുർആൻ ഓതേണ്ടതായിട്ടുള്ള ഒരു രാഗവും താളവും ഉണ്ട്. പ്രസംഗ ശൈലിയിലോ പാട്ട് ശൈലിയിലോ വായന ശൈലിയിലോ അല്ല. ഖുർആന് പ്രത്യേകമായ ഒരു രാഗവും താളവും ശൈലിയുമുണ്ട്. ആ താളത്തിൽ തന്നെ സാവകാശം, ഓവർ സ്പീഡും അല്ല, എന്നാൽ പറ്റനെ കുറവുമല്ല, നിർത്തി ഓതാതെ വൃത്തിയായിട്ട് ശബ്ദമാധുര്യത്തോടുകൂടെ ഓതിക്കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിന് നിർണ്ണയിച്ച 5 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ശേഷം വരുന്നത് ഇബ്തിദാ വഖഫ് എന്നുള്ള കാര്യമാണ്. അതിന് 5 മാർക്കുണ്ട്. ഖുർആൻ ഓതിക്കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഔസുവും ബിസ്മിയും ഒക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ തുടങ്ങുക. വെപ്രാളത്തിലോ പേടിച്ചിട്ടോ ഇതൊക്കെ മറന്നുപോയാൽ അതിൻ്റെ 5 മാർക്ക് നമുക്ക് നഷ്ടമാകും. അതോടൊപ്പം തന്നെ നമ്മൾ ഖുർആനിൽ നിന്ന് വഖഫ് ചെയ്യുന്ന സമയത്ത് വഖഫിന് നിർണ്ണയിക്കപ്പെട്ട ഭാഗമാണോ, വഖഫിൻ്റെ ലക്ഷണങ്ങളോ അടയാളങ്ങളോ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വെക്കുക. ഇനി നമുക്ക് ശ്വാസം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് വരെ ഓതിയിട്ട് അവിടെ നിർത്തിയിട്ട് അല്പം ബാക്കിൽ നിന്ന് നമ്മൾ എടുത്ത് ഓതുക. അപ്പോൾ ഉസ്താദിന് മനസ്സിലാവും ഇവനക്ക് അല്പം ഖുർആൻ്റെ നിയമങ്ങളൊക്കെ അറിയാം. അങ്ങനെയാകുമ്പോൾ 5 മാർക്കും നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഖുർആനിൽ 50 മാർക്കും നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഹിഫ്ളിന് 7ാം ക്ലാസ്സിന് നിർണ്ണയിക്കപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സൂറത്തുൽ വാഖിയ മുഴുവനായിട്ടില്ല. അതിലെ 64 ആയത്തുകളാണ് ഹിഫ്ളിന് ഭാഗമായി വരുന്നത്. ഈ 64 ആയത്തുകൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി പഠിച്ചു വെക്കുക. കാരണം എവിടെ നിന്നാണ്, തുടക്കത്തു നിന്നാണോ അവസാനത്തു നിന്നാണോ ചോദിക്കുക എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഉസ്താദിൻ്റെ കയ്യിൽ പേപ്പർ കിട്ടുമ്പോൾ മാത്രമേ ഇത് എവിടെ നിന്നാണ് ഓതേണ്ടത് എന്ന് നമുക്കറിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭാഗവും ക്ലിയറായി തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. എന്നാൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ തന്നെ പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഏത് രൂപത്തിലാണ് ചോദ്യത്തിൽ പേപ്പറിൽ വന്നിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് സൂറത്തുൽ വാഖിയയിൽ 37 മുതൽ 42 കൂടിയ ആയത്തുകൾ. ഉറുബൻ അത്റാബ മീ യഹ്മൂം വരെ.
അതോടൊപ്പം തന്നെ രണ്ടാമത് നോക്കുള്ളൂ നിങ്ങൾ സൂറത്തുൽ വാഖിയ 45 മുതൽ 47 കൂടി ആയത്തുകൾ. ഇന്നഹും കാനു ഖബല ദാലിക ലമബ്ഊസൂൻ വരെ. ഇനി മൂന്നാമത് ഒരു ചോദ്യം നിങ്ങൾ നോക്കൂ, സുജൂദിലും എഴുത്തിദാലിലും ചൊല്ലേണ്ടത്. അപ്പോൾ ഇതോടുകൂടെ ഉറപ്പായി ഹിഫ്ളിൻ്റെ സൂറത്തിന് പുറമെ മുൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഫിഖ്ഹിലെ ദിക്റോ ദുആഓ വരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ഇനി നമുക്കത് ഏതാണ് എന്നൊരിക്കലും അറിയില്ല. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ പരീക്ഷകളിൽ വന്ന എല്ലാ പരീക്ഷ പേപ്പറും പരിശോധിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ദിക്റുകളും ദുആകളും നമ്മൾ ഇതിൽ കൊടുക്കുന്നു. ആ ദിക്റും ദുആകളും നിങ്ങൾ പ്രത്യേകമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിഫ്ളിലും 50 മാർക്ക് ഉറപ്പിക്കാം. ഇതിൽ കൊടുത്ത എല്ലാ ദുആകളും ദിക്റുകളും നിങ്ങൾക്കറിയുമോ എങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ഹിഫ്ളിലും 50 മാർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യം കൂടെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഖുർആൻ ഓതുന്ന അതേ രൂപത്തിൽ തന്നെ ഹിഫ്ളിൻ്റെ ഭാഗങ്ങളും നമ്മൾ ഓതിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ഖുർആൻ സാവകാശം ഓതും, എന്നാൽ ഹിഫ്ള് പേടിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ, നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഓതിക്കൊടുക്കുമ്പോൾ അതിന് ഉസ്താദ് അതിൻ്റേതായ രൂപത്തിലുള്ള മാർക്കാണ് നമുക്ക് തരിക. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന അതേ രൂപത്തിൽ തന്നെ ധൈര്യത്തോടു കൂടെ തന്നെ പേടിക്കാതെ ഉസ്താദിനിക്ക് ആ ഭാഗം കൂടെ ഓതിക്കൊടുക്കുക. അതിന് നമ്മൾ ഈ പറഞ്ഞ ഭാഗം കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ലോണം ധൈര്യം കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ദിക്റുകൾ ദുആകൾ അതും കൂടെ പഠിക്കുക. എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള വിജയകരമായ മാർക്ക് ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ഒരുപാട് ചെയ്യണം. അതിന് നിങ്ങളെ സപ്പോർട്ടും വേണം. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കുക, ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.